ധാർമ്മികത എന്താണ് സംഭവിക്കുന്നത്? ധാർമ്മികത സഹജമാണ്. എനിക്ക് ഇദ്ദേഹത്തോട് സ്നേഹമുണ്ട്, ഇദ്ദേഹത്തിന് എന്നോട് അതിനേക്കാൾ സ്നേഹമുണ്ട്. ഐ ഹോപ്പ്. എന്തുകൊണ്ട്? എനിക്ക് ഇദ്ദേഹത്തിന്റെ ഫിറ്റിങ്സ് ഒന്നുമില്ല, ഇതാ ഈ 6th century സോഫ്റ്റ്വെയർ ഒന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമാണുള്ളത്, അദ്ദേഹത്തോട് ബഹുമാനമാണുള്ളത്, അദ്ദേഹം എൻ്റെ ഒരു സഹോദരനാണ്. ഇതെങ്ങനെയാണ് വരുന്നത്? എന്നിൽ സഹജമായുള്ള കാര്യമാണ്. ഞാനൊരു ഹോമോസാപ്പിയനാണ്. അപ്പോൾ എൻ്റെ ധാർമ്മിക ഡിഗ്രി ഓഫ് മൊറാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ എല്ലാ വികാരങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പരിണാമപരമായിട്ടുള്ള ഇവല്യൂഷനും സഹജമായ അസ്തിത്വവും ഉണ്ട്. ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ. അതൊരു വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ജീവികളിലും ഉണ്ട്. ഒരു നായ്ക്കുട്ടിയിലുണ്ട്. ഒരു ഈവൻ അതിൻ്റെ ഡിഗ്രീസ് ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷെ അത് സഹജമാണ്, ഇൻബിൽറ്റ് ആണ്. അത് പോളിഷ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പോൾ അടിമത്തം അനുവദിക്കപ്പെട്ട സമയത്താണ് ഇസ്ലാം എന്ന് പറയുന്ന അടിമത്ത പോഷണ ചിന്ത പരിപാടി ഉണ്ടായത്. ഇന്ന് അടിമത്തം എന്ന് പറയുന്നത് കുറ്റകരമാണ്. നിയമം മാറി, ഇദ്ദേഹം അംഗീകരിക്കണം. ഇപ്പൊ ഉദാഹരണം മൗറിറ്റാനിയ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്ത് അടിമത്തം നിയമം മൂലം നിരോധിച്ചു. ഇത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ? സൗദി അറേബ്യയിൽ 60കളിൽ നിരോധിച്ചു. ഇദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ അടിമത്തത്തിലായിരിക്കുകയും യു ആർ ഇൻവോൾവ് ഇൻ അടിമത്തം, സ്ലേവറി, ആൻഡ് ദേ ആർ പ്രൗഡ് ടു ബി സ്ലേവിഷ്. എന്നിട്ട് അടിമത്തം നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ യുക്തി എന്താണ്? ദയവായി എന്ന് പറയാം. ഇനി അദ്ദേഹം ഏത് ജീവിത സാഹചര്യമാണ് നാസ്തികർ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. മനുഷ്യന്റെ ഏറ്റവും സുഖം, ഏറ്റവും കുറഞ്ഞ വേദന, ഏറ്റവും കുറഞ്ഞ സമാധാനം, ഇതാണ് യഥാർത്ഥത്തിൽ നാസ്തികരോ അല്ലെങ്കിൽ മതേതരമായിട്ടുള്ള മനുഷ്യരുണ്ടാക്കുന്നത്. ലോകം എല്ലായിടത്തും നോക്കൂ, എല്ലാവരും പോകുന്നത് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമാണ്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഒരു തീപിടുത്തം ഉണ്ടായാലും സിറിയയിൽ ഒരു തീപിടുത്തം ഉണ്ടായാലും, തീപിടുത്തം ഞാൻ ലിറ്ററലായിട്ട് പറഞ്ഞാൽ ഫിഗറേറ്റീവായിട്ട് പറഞ്ഞാൽ, ആളുകൾ ഓടിപ്പോകുന്നത് എങ്ങോട്ടാണ്? പാകിസ്ഥാനിലേക്കാണോ? ഇന്തോനേഷ്യയിലേക്കാണോ? അല്ല. അവർ പോകുന്നത്, മനുഷ്യൻ എന്തൊക്കെ കാക്ഷിച്ചാണ് പോകുന്നത്? നല്ല സുഖകരമായ, സന്തോഷകരമായ, സമാധാനപൂർണമായ ഒരു ജീവിതം. അവന്റെ ശേഷികൾക്കും അവന്റെ സാധ്യതകൾക്കും പോഷകമായി വർദ്ധിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥ. അതെവിടെയുള്ളത്? ഒരിക്കലും അതൊരു ഇസ്ലാമിക ജീവിത വ്യവസ്ഥയല്ല. ഇസ്ലാം ഇസ് എ ടോർച്ചർ വിതിൻ ആൻഡ് എ ടെറർ വിതൗട്ട്. ആക്ച്വലി ഒരിക്കലും ഒരു ഇസ്ലാമിസ്റ്റ്, ഒരു ഇസ്ലാമിക, ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ബേസിക്കലി ഈ പല ഒരു ചോദ്യമുണ്ട്, നിങ്ങളെല്ലാം സ്വർഗത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസികളോട് പാസ്റ്റർ പറയുക, അല്ല പോട്ടെ, ഇദ്ദേഹത്തെ പോലെ ഒരു പുരോഹിതൻ പറയുകയാണ്. അപ്പൊ എല്ലാവരും പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും കൈപൊക്കുന്നു, പരസ്പരം അടിക്കുന്നു, ബഹളം. അപ്പൊ ചോദിക്കുന്നത്, ആർക്കാണ് ആദ്യം പോകേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ആരും കൈപൊക്കുന്നില്ല.